ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ഹൃദയപൂർവ്വം എന്ന നോവലിൻ്റെ അവസാന ഭാഗമാണിന്ന്. അധ്യായം 14. നോവലിലേക്ക് പോയാലോ? ഒന്നും അറിയാത്ത ഒരു ചെറിയ കുട്ടിയുടെ ചേഷ്ട. അവൾക്ക് നിന്നെ മനസ്സിലായില്ല റോജ, ദേവകി നിഷ്കളങ്കമായി അറിയിച്ചു. പാവം. വീട്ടിൽ നിന്നും പോരുമ്പോൾ മാലയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ടീച്ചറെ. റോജ അവരെ നോക്കി. എന്തിനാ സത്യത്തിൽ ഇവൾ വീട്ടിൽ നിന്ന് പോന്നത്? അതിൻ്റെ കാരണം എനിക്കിപ്പോഴും വ്യക്തമല്ല. അതിനൊരു കാരണമേ ഉള്ളൂ, അവൾ പറഞ്ഞു. മാലയുടെ ഭ്രാന്ത് മാറിയെങ്കിലും അവളൊരിക്കൽ മനോരോഗിയായിരുന്നതിൻ്റെ പേരിൽ എനിക്ക് വരണ വിവാഹാലോചനകൾ മുടങ്ങിത്തുടങ്ങി. എനിക്ക് വിവാഹമേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും മാലയ്ക്കത് സമ്മതമായില്ല. എനിക്കൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയാണ് ഒരു രാത്രി മാല വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്. അങ്ങനെയാവണം ഇവളെൻ്റെ മനുവിൻ്റെ കയ്യിൽ വന്ന് പെട്ടത്, അല്ലേ? മാല വീട്ടിൽ നിന്നും പോന്ന ശേഷമുള്ള ഒന്നും എനിക്കറിയില്ലമ്മേ. എവിടെയാണെന്നൊന്നും വ്യക്തമാക്കാതെ ഇവൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ അയക്കും. നമ്പർ ട്രേസ് ചെയ്ത് ഞാൻ തേടി വരുമെന്ന് പറഞ്ഞതോടെ ഇവളുടെ ആ ടെലിഫോൺ നമ്പർ പിന്നീട് പ്രവർത്തനരഹിതമായത് ഇവളത് കടലിലെറിഞ്ഞതുകൊണ്ടാണ്. ഫോൺ കാണാതെ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫോൺ നൽകി. ശരിയാ. പിന്നീട് മറ്റൊരു നമ്പറിൽ നിന്നും മാല എന്നെ വിളിച്ചിരുന്നു. വീണ്ടും ഞാൻ വെയർബോട്ട്സ് തിരക്കിയതോടെ ആ നമ്പറും പ്രവർത്തനരഹിതമായി. ടീച്ചർ ചിരിച്ചു. അതിവള് ഗാർഡനിലെ ലോട്ടസ് പൂളിലാണ് കളഞ്ഞത്. ആ ചെളിക്കുണ്ടിൽ നിന്നും ഇതുവരെ അതെടുക്കാനുമായിട്ടില്ല. അതോടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നേക്കുമായിട്ട് മുറിഞ്ഞു. മാലയെക്കുറിച്ച് എനിക്കൊന്നും അറിയാൻ കഴിയാതെയായി. അവളേതോ സെക്സ് റാക്കറ്റിൻ്റെ പിടിയിലാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇവളെവിടെയാണെന്നറിയാൻ തിടുക്കം കൂട്ടിയതും നമ്പർ ട്രേസ് ചെയ്യാൻ ആലോചിച്ചതും. മാല സുരക്ഷിതമായി ഇവിടെ ആയിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാ അമ്മേ ഇവൾ വീണ്ടും ഈ അവസ്ഥയിലായത്? റോജ കരുതും പോലെ ഇവൾ അത്രമാത്രം സുരക്ഷിതയൊന്നും ആയിരുന്നില്ല ഇവിടെ. ദേവികയുടെ ശബ്ദമൊന്നു താണു. അടുത്ത കാലം വരെ ഞാനാണെങ്കിൽ അരയ്ക്ക് കീഴോട്ട് തളർന്ന് കിടക്കയിലായിരുന്നു. അന്നിവിടെ ഭരണം എൻ്റെ ഭർത്താവായിരുന്നു. എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞാൽ മോള് തെറ്റിദ്ധരിക്കരുത്. മനുവിൻ്റെ അച്ഛനല്ല അദ്ദേഹം. എനിക്കറിയാം അമ്മേ. എല്ലാം വിശദമായി തൃപ്പൂണിത്തറയിലെ ജയരാമൻ ചെറിയച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മനുവിൻ്റെ അച്ഛനല്ലാത്ത സ്ഥിതിക്ക് ആ മനുഷ്യന് എൻ്റെ മകനെ സ്നേഹിക്കാനാവില്ലല്ലോ. സ്നേഹിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ലായിരുന്നു. പക്ഷെ അയാൾ എൻ്റെ കുട്ടിയുടെ കാലനായാലോ? എനിക്ക് സഹിക്കുമോ? റോജയ്ക്ക് ശബ്ദമില്ലാതെയായി. എൻ്റെ മോനെ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തോടെ ഇല്ലാതാക്കാൻ നോക്കിയതാ ആ ദുഷ്ടൻ, അവൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്ത്. പക്ഷേ എൻ്റെ വിനയ്, എന്നെ മനുവിനെ മാത്രം ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഞാൻ നോറ്റ നൊയമ്പുകളുടെ ഫലമാവോ, അല്ലെങ്കിൽ അവനായി ഭ്രാന്ത് പിടിച്ച് കാത്തിരുന്ന കുട്ടിയുടെ നെഞ്ചിലെ സ്നേഹത്തിൻ്റെ പുണ്യത്തിലുമാവാം. ടീച്ചറുടെ കണ്ണുകൾ മാലയൊന്നൊഴിഞ്ഞു. ഇവളെ മനു ഇവിടേക്ക് കൊണ്ടുവന്നതോടെ ആ പിശാചിനും അയാളുടെ മരുമോൾക്കും ആദിയായി. ഇവള് ഇത്ര സുന്ദരിയായതുകൊണ്ടായിരുന്നു ആദ്യം. ഇവൾ ആരാണെന്ന് മനസ്സിലായതോടെ വിധം മാറി. ഇതിനെ കൊല്ലാൻ കൊണ്ടുപോയി അമ്മാവനും മരുമോളും കൂടി. മനുവേട്ടൻ്റെ ഭാര്യയെക്കുറിച്ചാണോ അമ്മ പറയണത്? ഭാര്യ? ആ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ബോധമില്ലാതെ കിടന്ന എൻ്റെ കുട്ടിയുടെ കൈപിടിച്ച് ബലമായ മരുമകളുടെ കഴുത്തിൽ താലിമാല വെച്ചാൽ അത് കല്യാണമാകുമോ? അനങ്ങാനാവാതെ കിടന്നിരുന്നു. ഞാനും ഉണ്ടായിരുന്നു വീഡിയോയിൽ. കൂടെ ഒരു ഫ്രോഡ് രജിസ്ട്രാറും. മനുവേട്ട അപ്പോൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിൽ ഡോക്ടർമാരുടെ റിപ്പോർട്ടോടെ കോടതിയിൽ അത് തെളിയിച്ചൂടെ അമ്മേ? അതിനുള്ള ശ്രമത്തിലാണ് എൻ്റെ മോൻ. വിജയിക്കുമോയെന്നറിയില്ല. പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം റോജയുടെ ഈ ചേച്ചിയാണ്. ഇവള് പഴയപടി ആവാതെ എൻ്റെ മോന് സമാധാനം ഉണ്ടാവില്ല റോജ. റോജ നടന്നെടുത്ത് ദേവകി ടീച്ചറുടെ കൈ പിടിച്ചു. മാല വീണ്ടും എങ്ങനെയാണ് അമ്മ ഈ അവസ്ഥയിലായത്? അത് മാത്രം അമ്മ പറഞ്ഞില്ല. അതാ റോജ ഞാൻ പറഞ്ഞു വന്നത്. മനുവിൻ്റെ ഭാര്യവേഷക്കാരിത്തിയും അവളുടെ അമ്മാവനും കൂടി ഈ കുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാറിൽ ഇവളെ കൊണ്ടുപോയതിന് പുറകെ സ്വന്തം വണ്ടിയിൽ വച്ചു പിടിച്ചു എൻ്റെ മനുവും. പാലാരിവട്ടത്ത് വെച്ച് അവൻ ആ വണ്ടി തടഞ്ഞു. വമ്പൻ കെട്ടുപാടുകളുള്ള ഒരു പെൺവാണിഭ സംഘത്തിന്
ഇവളെ കൈമാറാനുള്ള ശ്രമമായിരുന്നു അവർ. തക്ക സമയത്ത് എത്തിയതുകൊണ്ട് ഇതിനെ അവനെ രക്ഷിക്കാനായി. പക്ഷേ അപ്പോൾ ഇവളെ ഈ അവസ്ഥയിലായിരുന്നു റോജ. എന്തു പറ്റിയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇവളെ കൊണ്ടുപോയവർ പറഞ്ഞില്ലേ അമ്മേ, സത്യവുമായി പുലബന്ധമുള്ളവരല്ലല്ലോ അവർ പറയുന്നത് വിശ്വസിക്കാനാവില്ലല്ലോ. എന്നാലും എന്താണ് അവർ പറഞ്ഞത്? ജീവൻ അപകടത്തിലാവുമെന്ന പേടിയിൽ പഴയ ഭ്രാന്തിലേക്ക് മടങ്ങിപ്പോയതാവുമെന്ന്. റോജ മാലയെ നോക്കി. പഴയ പോലെ കുട്ടികളുടെ ചേഷ്ടകളോടെ ഭയന്നു നിൽക്കുകയായിരുന്നു അവർ. അപ്പോൾ മനുവിൻ്റെ ഒപ്പം നന്ദകിഷോർ മുറിയുടെ വാതുക്കലെത്തി. പെട്ടെന്ന് മാല റോജയുടെ പിന്നിലേക്ക് ഭയപ്പാടിൽ ഒളിച്ചു. അനിയത്തിയെ കണ്ടിട്ട് ഏടത്തേക്ക് എന്തേലും മാറ്റമുണ്ടോ അമ്മേ? മനു ടീച്ചറോട് തിരക്കി. എന്തു മാറ്റം? അവർ സങ്കടപ്പെട്ടു. നിന്നെ കണ്ടപ്പോൾ ഒളിച്ചത് കണ്ടില്ലേ? എങ്കിൽ ഞാൻ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ മനുവേട്ടാ? റോജ മനുവിനെ നോക്കി. പറ്റില്ല റോജ, മനു തീർത്തു പറഞ്ഞു. പഴയപടി ആയില്ലെങ്കിലും അവളുടെ ജീവൻ നഷ്ടപ്പെടരുതെന്ന് എനിക്കുണ്ട്. എങ്കിൽ അല്പസമയത്തേക്ക് മാലയോട് തനിച്ച് സംസാരിക്കാനെങ്കിലും എന്നെ അനുവദിക്കൂ. ഒരു നിമിഷം ആലോചിച്ചിട്ട് മനു തലയാട്ടി. യെസ്. പിന്നെ നന്ദൻ്റെ ചുമലിൽ കൈയിട്ടു അവൻ. അവർ അനിയത്തിയും ഏട്ടത്തിയും തമ്മിൽ തനിച്ച് സംസാരിക്കട്ടെ. അമ്മ കൂടി പുറത്തേക്ക് പോരും. ടീച്ചർ കൂടി പുറത്തേക്ക് പോയതും അവർ മൂവർക്കും പിന്നിൽ ആ മുറിയുടെ വാതിലടഞ്ഞു. അധ്യായം 29. മാലു. റോജ ചേച്ചിയെ അടിമുടി നോക്കി. നീ ഭ്രാന്ത് അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്നും. മാല പക്ഷേ മനോരോഗിണിയുടെ ഭാവഹാദികൾ കൈവിട്ടില്ല. വേണ്ട മാലു. റോജയുടെ സ്വരം ഉറച്ചു. എൻ്റെ അടുത്ത് ഇനി അഭിനയം വേണ്ട. മുഴുഭ്രാന്തിലായ നിൻ്റെ ദിവസങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നത്തെ നിൻ്റെ പെരുമാറ്റവും ഇന്നിപ്പോൾ നീ ഏതോ സിനിമയിൽ കണ്ട ഭ്രാന്ത് പകർത്തുകയാണ്. എന്താ മാലു നിനക്ക് പറ്റിയത്? എന്നോട് പറഞ്ഞൂടെ? നിൻ്റെ സ്വന്തം റോജയല്ല ഞാൻ. പെട്ടെന്ന് മാലയുടെ മുഖം താണു. അനിയത്തിയെ അഭിമുഖീകരിക്കാനുള്ള അവളുടെ പ്രയാസം റോജയ്ക്ക് വ്യക്തമായി. താൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായിരിക്കണോ? അതിനർത്ഥം മാല നോർമലാണെന്നാണ്. ആ ധൈര്യത്തിൽ റോജ ചേച്ചിയുടെ താടിക്ക് പിടിച്ചുയർത്തി. ഇങ്ങോട്ട് നോക്ക്. ഇനിയും എന്നെ മണ്ടയാക്കി സ്വന്തം ഭാഗം ഉറപ്പിക്കാനാണ് ശ്രമമെങ്കിലായിക്കോളൂ. ഞാൻ തിരിച്ചു പോയിക്കോളാം. വാതിൽ തുറക്കാനായി അവൾ തിരിഞ്ഞു. ഉടൻ മാല ആ കയ്യിൽ കയറി പിടിച്ചു. നിക്കു റോജു, ഞാൻ പറയണതൊന്നും ഒരിക്കലും മനുവേട്ടനും അമ്മയെ അറിയരുത്. ഇപ്പോൾ നിൻ്റെ ഒപ്പം നമ്മുടെ വീട്ടിലേക്ക് പോന്നോളാം. എനിക്ക് ഭ്രാന്താണെന്ന് തന്നെ എല്ലാവരും വിചാരിച്ചോട്ടെ. അതിന് തിരുത്താൻ പോണ്ട. ഈ വീട്ടിലുള്ളത് ഒരിക്കൽ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച മനുവേട്ടനാണെന്ന് നിനക്കിനിയും മനസ്സിലായില്ലേ? സങ്കടത്തിൽ അവൾ മുഖം കുനിച്ചു. മനസ്സിലായി. ആ മനുവേട്ടൻ മരിച്ചുപോയി എന്ന ധാരണയിലല്ലേ നിനക്കന്ന് ഭ്രാന്ത് വന്നത്? എന്തെല്ലാം ചികിത്സകൾ ചെയ്തു അതിന്? ഒടുവിൽ എത്ര പ്രാർത്ഥനകൾക്ക് ശേഷമാണ് നിനക്ക് സുബോധം കൈവന്നത്? ആ മനുവേട്ടനാണ് നിൻ്റെ ഒപ്പം ഉള്ളത്. പിന്നെന്തിനാ നീ ഇനി വീട്ടിലേക്ക് വരണത്? എന്തിനാ അവരെ സങ്കടപ്പെടുത്താൻ ഇങ്ങനെ ഭ്രാന്ത് അഭിനയിക്കണത്? നിനക്കറിയില്ല റോജ എൻ്റെ സങ്കടം. മാല സ്വന്തം മുഖം പൊത്തിപ്പിടിച്ചു. ആ മുഖത്തു നിന്നും റോജ കൈത്തലങ്ങൾ അടർത്തി മാറ്റി. പറയ്, എനിക്കറിയണം നിൻ്റെ പ്രശ്നം എന്താണെന്ന്. നിനക്കിപ്പം മനുവേട്ടനെ വേണ്ടേ? അദ്ദേഹത്തോട് നിനക്കിപ്പോൾ ആ സ്നേഹം തോന്നണില്ലേ? ഉവ്വ്. മാല എങ്ങലടിച്ചു. അദ്ദേഹം എൻ്റെ ജീവനാ. പിന്നെന്താ നിനക്ക് പറ്റിയത്? അത് പറയൂ ആദ്യം. മനുവേട്ടൻ വിവാഹിതനാണ് റോജ. അതാണോ പ്രശ്നം? അദ്ദേഹം അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ അമ്മയുടെ നിയമാനുസൃതമായ ഭർത്താവായ ആ വക്കീൽ ഇവരുടെ സ്വന്തം സ്വത്ത് കൈക്കലാക്കാൻ മനുവേട്ടൻ്റെ കൈപിടിച്ച് സ്വന്തം മരുമകളുടെ കഴുത്തിൽ ഒരു താലി തൊടുവെച്ചു. അബോധാവസ്ഥയിൽ കിടക്കുന്ന ആളിന് താലി കെട്ടാനാവില്ലല്ലോ. പക്ഷേ ആ ചടങ്ങിന് നിയമാനുകൂല്യമുണ്ട് റോജ. എല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു മാല. ആ കൃത്രിമ വിവാഹം നടന്ന സമയത്ത് മനുവേട്ടൻ അബോധാവസ്ഥയിലായിരുന്നു എന്ന് കോടതിയിൽ തെളിയിക്കാനാവുമെന്ന അതിനുള്ള ശ്രമത്തിലാണ് മനുവേട്ടനും അമ്മയും. പിന്നെ എന്തിനാ നിന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ച ഒരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നത്? നീ ഒഴിഞ്ഞു പോയാലും മനുവേട്ടൻ ഒരിക്കലും ആ രാഗിയെ ഭാര്യയായി സ്വീകരിക്കില്ല. ആ കല്യാണത്തിന് കൂട്ടുനിന്ന അമ്മയുടെ ഭർത്താവിനെയും ആ കള്ള രജിസ്ട്രാറിനെയും കേസിൽ കൊടുക്കുകയും ചെയ്യും. എന്നാലും രാഗി ഞങ്ങളുടെ കല്യാണത്തിന് അനുവദിക്കില്ല റോജ. അവൾ അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ച ഞങ്ങളുടെ മുന്നിൽ വന്ന് അവൾ സ്വയം പെട്രോളൊഴിച്ച് തീ കൊളുത്തുവന്ന് മറ്റൊരു പെണ്ണിനെ ഇല്ലാതാക്കിക്കൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട മോളെ.
റോജയ്ക്ക് ഒരു നിമിഷത്തേക്ക് ഉത്തരമില്ലാതായി. അവളൊന്ന് ആലോചിച്ചു. പിന്നെ ഒരു പുഞ്ചിരിയോടെ ചേച്ചിയുടെ ചുമലിൽ തഴുകി. അവളെപ്പോലൊരു ഫ്രോഡ് പെണ്ണ്, മണ്ടിയായ നിന്നെ ഭയപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും വേണ്ടി അപ്പോൾ തോന്നിയപടി എന്തോ പറഞ്ഞതാണ്. അവളത് നടപ്പാക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് റോജ. അവൾ അത്ര കണ്ട് മനുവേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നിന്നെ ഏതോ പെൺവാണിഭ സംഘത്തിന് കൈമാറാൻ വേണ്ടിയല്ലേ അവൾ കാറിൽ കയറ്റി കൊണ്ടുപോയത്. അതെ, അത്രയ്ക്ക് നീചയായ ഒരുത്തിക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ടാകുമോ? അവൾ ആഗ്രഹിക്കുന്നത് സ്നേഹമല്ല, മനുവേട്ടൻ്റെ കണക്കില്ലാത്ത സ്വത്താണ്. അതെങ്ങനെ സ്വന്തമാക്കാൻ വേണ്ടി അവളുടെ അമ്മാവൻ തന്നെയാണ് അവളെ ഈ വേഷം കെട്ടിച്ചത്. അത് സത്യമാണ്. എന്നാലും അവൾ ഒടുവിൽ മനുവേട്ടനെ സ്നേഹിച്ചു പോയത്രേ. മനുവേട്ടനില്ലാതെ അവൾക്ക് ജീവിക്കാനാവില്ലത്രേ. മനുവേട്ടനില്ലാതെ നിനക്ക് ജീവിക്കാനാവുമോ? മനുവേട്ടനില്ലാത്ത ജീവിതം ഇനി എനിക്ക് പ്രയാസമാണ്. പക്ഷെ മറ്റൊരുത്തിയുടെ ജീവൻ കളഞ്ഞുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടൊപ്പം ജീവിക്കേണ്ട റോജ. നിൻ്റെ ഈ ആദർശത്തിനോട് എനിക്കിപ്പോഴും പുച്ഛം തോന്നുക മാല. അർഹതയില്ലാത്ത ഒന്നാണ് രാഗി ആഗ്രഹിക്കണത്. അത് അന്യായമായ ആഗ്രഹമാണ്. അതിനു മുന്നിൽ നീ മനുവേട്ടനെ തനിച്ചാക്കിയാലും അദ്ദേഹത്തിന് ഒരിക്കലും ആ വൃത്തികെട്ടവളെ സ്നേഹിക്കാനാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അർഹതയും നന്മയുമില്ലാത്ത ആരെങ്കിലും മനുവേട്ടന് പകരം ഭീഷണിയുമായി കയറി വന്ന് നിൻ്റെ ജീവിതത്തിൽ വലിഞ്ഞു കയറാൻ നീ അനുവദിച്ചു കൊടുക്കുമോ? റോജ തിരക്കി. മാല മിണ്ടിയില്ല. എനിക്കറിയാം, നിനക്കൊരിക്കലും അത് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് മനുവേട്ടനും. അപ്പോഴും അവളിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല. നിനക്ക് സുഖമില്ലെന്ന വിചാരത്തിൽ മനുവേട്ടനും അമ്മയ്ക്കും എത്ര വിഷമമുണ്ടാവുമെന്ന് അറിയാമാലോ. നീ ഭ്രാന്ത് അഭിനയിക്കുകയാണെന്ന് അവർക്ക് ശങ്കിക്കാൻ പോലും കഴിയണില്ല. എന്തിനാ നീ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത് മോളെ? സത്യത്തിൽ അന്ന് ആ കാറിൽ രാഖി എന്നെ കൊണ്ടുപോകുമ്പോൾ പാലാരിവട്ടം അടുക്കാറായതും വഴിയിൽ പരിചയമുള്ള ആരെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ കുതിച്ചു. നിൻ്റെ ടൂ വീലറിൽ നിന്നെ കണ്ടതും റോജാതെ ഞാൻ ഉറക്കെ വിളിച്ചു. നീ തിരിഞ്ഞു നോക്കിയതും കണ്ടു. അപ്പോഴേക്കും രാഖിയുടെ അമ്മാവൻ ബലമായി കാറിൻ്റെ ഗ്ലാസ് ഉയർത്തി മോളെ. റോജയുടെ കണ്ണുകൾ വിടർന്നു. അന്ന് എന്നെ വിളിച്ചത് നീയായിരുന്നു മാലു. ആ വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തു. ഞാൻ കുറേ അന്വേഷണം നടത്തിയിരുന്നു. എനിക്കൊന്നും അറിയാനായില്ല. അന്ന് ആ വണ്ടി മാമംഗലം എത്തിയപ്പോഴേക്കും എൻ്റെ സർവ്വ ആശയം നശിച്ചിരുന്നു. ഞാൻ പഴയപടി ഭ്രാന്തിൻ്റെ വക്കിലായി. മാമംഗലത്ത് കാത്തുകിടന്ന ഒരു വണ്ടിയിൽ കയറ്റി എന്നെ സ്റ്റേറ്റിന് വെളിയിൽ വിടാനായിരുന്നു രാഖിയുടെയും അമ്മാവൻ്റെയും തീരുമാനം. അതോടെ എല്ലാം അവസാനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ വാവിട്ടൊച്ചത്തിൽ കരഞ്ഞു. എൻ്റെ വായ് പൊത്തിപ്പിടിച്ച് രാഖിയുടെ അമ്മാവൻ. അപ്പോഴേക്കും മനുവേട്ടൻ കാറിൽ പാഞ്ഞെത്തി. രാഖിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് തടഞ്ഞിരുന്നു. ആ സമയത്താണ് അവൾ എന്നോട് പറഞ്ഞത്, വിനുവേട്ടൻ കൊണ്ടുപോയാലും ഒരുമിച്ച് ജീവിക്കാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കില്ലെന്ന്. ആ ഭീഷണി വിശ്വസിച്ചാണോ നീ ഭ്രാന്ത് അഭിനയിക്കാൻ തുടങ്ങിയത്? അത് മാത്രമല്ല റോജ. മാലയുടെ ശബ്ദം തണു. അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. മനുവേട്ടൻ്റെ അമ്മയുടെ ഭർത്താവിൽ നിന്നും കൂടി ഒരു ഭീഷണി ഉണ്ടായി. വിനു എൻ്റേതായാൽ അവൻ ഈ ഭൂമിയിലുണ്ടാവില്ലെന്ന്. എവിടെയെങ്കിലും എൻ്റെ മനുവേട്ടൻ ജീവനോടെ ഇരുന്നോട്ടെ. റോജ ആലോചനയിൽ ഒന്ന് നെടുവീർപ്പയച്ചു. ഒന്നും ഇനി ആലോചിക്കേണ്ട റോജ, മാല തുടർന്നു. ഞാൻ നിൻ്റെ ഒപ്പം വീട്ടിലേക്ക് വരാം. അമ്മയ്ക്കും സമാധാനമാവുമല്ലോ. എനിക്കിനി കല്യാണമൊന്നും വേണ്ട. എൻ്റെ മനുവേട്ടൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ മാത്രം മതി മോളെ. ദുഷ്ടന്മാരെ എനിക്കത്ര പേടിയാണ്. റോജയുടെ ചുമലിലേക്ക് മുഖമണച്ച് അവൾ ഏങ്ങലടിച്ചു. റോജ ചേച്ചിയെ സ്നേഹപൂർവ്വം തഴുകി. എന്നിട്ട് തിരക്കി, അപ്പം ഞാൻ വാതിൽ തുറക്കട്ടെ? സമ്മതത്തിൽ മാല ചുമൽ കുലുക്കി. ബോൾട്ടെടുത്ത് റോജ വാതിൽ തുറന്നു. പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇടനാഴിയിലിറങ്ങി അവൾ ചുറ്റും കണ്ണോടിച്ചു. പിന്നെ മൊബൈലെടുത്ത് നന്ദൻ്റെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകി. ഒരു നിമിഷം കഴിഞ്ഞില്ല. നന്ദനും മനവും ഇടനാഴിയിലൂടെ റോജ നിന്നിരുന്നിടത്തേക്ക് നടന്നു വന്നു. എന്താ റോജ? മനുവിനായി ആകാംക്ഷ. മാല എന്തെങ്കിലും പറഞ്ഞോ? മാലയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും മനുവേട്ട. വീട്ടിൽ നിന്ന് അവൾ പോന്നിട്ട് കുറേ നാളായില്ലേ. അവളെ ഒന്ന് കണ്ടാൽ അമ്മയ്ക്ക് ആശ്വാസമാവും. പക്ഷേ ഈ അവസ്ഥയിൽ സാരമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിക്കും. ഈ അവസ്ഥയിൽ ഞങ്ങൾ കുറേ കാലം കൊണ്ടു നടന്നതല്ലേ. നന്ദൻ പക്ഷേ സംശയത്തിൽ അവളെ നോക്കി. മനുവിൻ്റെ ഒപ്പമല്ല റോജ. മാല കൂടുതൽ സുരക്ഷിതം. പക്ഷെ മനുവേട്ടനും അമ്മയ്ക്കും അത് ബുദ്ധിമുട്ടാവില്ലേ? വീട്ടിലെത്തിയാൽ ചിലപ്പോൾ മാലയ്ക്ക് മാറ്റമുണ്ടായാലോ? എത്രയ്ക്കായാലും പെറ്റമ്മയുടെ സമീപത്തിന് ഒരു സ്വാധീനമുണ്ടല്ലോ. മനുവിൻ്റെ മുഖം മങ്ങി. അത് ശ്രദ്ധിച്ചുകൊണ്ട് റോജ പറഞ്ഞു, സുഖമായി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പോഴേക്കും ദേവ ടീച്ചറും അവർക്കിടയിലെത്തി. എന്താ റോജ,
അനിയത്തെ കണ്ടപ്പോൾ മാലയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം? റോജ മറുപടി പറയും മുൻപേ മനു ഇടയിൽ കയറി. മാലയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അമ്മ. റോജ പറയണത്. വീട്ടിലേക്ക് പോരാൻ മാലയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തടയില്ല. എത്രയൊക്കെ ആയാലും പെറ്റമ്മയെ കണ്ടാൽ അവൾക്കൊരു വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ കുട്ടിയുടെ ചികിത്സ മുടങ്ങുമല്ലോ മോളെ. ഇനി ചികിത്സയുടെ ആവശ്യമില്ല അമ്മ. രാഖിയും അമ്മാവനെയും ഭയന്ന് മാല രോഗം അഭിനയിക്കുകയായിരുന്നു. മനുവും അമ്മയും അമ്പരപ്പിൽ പരസ്പരം നോക്കി. നന്ദനും ഒന്ന് വല്ലാതെയായി. എന്തിന്? മനു റോജയെ നോക്കി. രാഖിയെയും അമ്മാവനെയും എന്തിനാ മാല ഭയക്കണത്? മാലയെ ഇവിടുന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോയതിൻ്റെ പേരിൽ രാഖിക്കും അമ്മാവനുമെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുക ഞാൻ. ഉടനെ അതിൻ്റെ വിചാരണ ആരംഭിക്കും. അഡ്വക്കേറ്റ് ഗംഗാധരൻ നായർ മാത്രമല്ല ഇവിടെ ലോയേഴ്സായി പ്രാക്ടീസ് ചെയ്യണതേ. അമ്മാവനെയും മരുമകളെയും അവർക്ക് കൂട്ടുനിന്നവരെയൊക്കെ ഞാൻ അഴിയണിക്കും. ആ സമയത്ത് മാല ഇവിടെ ഇല്ലാതിരിക്കണതല്ലേ മനുവേട്ട നല്ലത്. ഭയന്നിട്ടാണെങ്കിൽ മാല ഇവിടുന്ന് പോവാൻ ഞാൻ അനുവദിക്കില്ല. മനുവിൻ്റെ മുഖത്ത് ഷാഠ്യം പ്രകടമായി. ഈ വീട്ടിൽ നിന്നും മാലയെ ആരും ഉപദ്രവിക്കില്ല, അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. രാഖിയും അമ്മാവനും ഇവിടെ വരരുതെന്ന് വിലക്കാൻ ആർക്കും ആവില്ലല്ലോ. ആവും. ദേവകി ടീച്ചറാണ് പറഞ്ഞത്. മാലയെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ ശേഷം അവർ രണ്ടുപേരും ഈ ഗേറ്റ് കടന്നിട്ടില്ല. അവരുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഞാനൊരു വണ്ടിയിൽ അവരുടെ തറവാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അങ്ങനെ ഒരു ഭർത്താവില്ല. എൻ്റെ മകന് അങ്ങനെ ഒരു ഭാര്യയില്ല. അവരിൽ നിന്നും എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാവും മുൻപേ തന്നെ ഞങ്ങൾ ആക്ട് ചെയ്തിരിക്കണം. എല്ലാം എൻ്റെ മാലയ്ക്ക് വേണ്ടിയാണ്, അവളുടെ സുരക്ഷിതത്തിനായ. ഈ വീടിൻ്റെ ഗേറ്റിൽ രാപ്പകൽ ഭേദമന്യേ വാച്ചറുണ്ടാവും. മാലയോർത്ത് റോജയോ അമ്മയോ ഭയപ്പെടണ്ട. കേസ് വിധിയായാലുടൻ മനുവിൻ്റെയും മാലയുടെയും കല്യാണം നടക്കും. മാലയ്ക്ക് യഥാർത്ഥത്തിൽ അവളെ ഓർത്തല്ല അമ്മേ ഭയം, മനുവേട്ടനെ ഓർത്ത. അതെന്താ? ടീച്ചർ മകനെ നോക്കി. വീണ്ടും റോജയുടെ നേർക്ക് തിരിഞ്ഞു. മനുവിനെ അപകടപ്പെടുത്തുന്ന മറ്റോ ഭീഷണി? അതെ, അന്ന് ആ വണ്ടിയിൽ നിന്നും മാലയെ മനുവേട്ടൻ രക്ഷിക്കുന്നതിന് തൊട്ടു മുൻപ് രാഖിയുടെ അമ്മാവൻ അവളോട് പറഞ്ഞത്രേ, മനുവിനെ നീ സ്വന്തമാക്കിയ ഒരു രാത്രിയിലധികം അവനെ ഭൂമുഖത്തുണ്ടാവില്ലെന്ന്. ദേവകി ടീച്ചർ വീണ്ടും മകൻ്റെ നേർക്ക് തിരിഞ്ഞു. മനുവിൻ്റെ മുഖത്ത് അമ്പരപ്പായി. അത്തരമൊരു ഭീഷണി ഉണ്ടായാൽ മാല എൻ്റെ അടുത്തല്ലേ അക്കാര്യം പറയേണ്ടത്? അതിനു പകരം മനുവേട്ടനിൽ നിന്നും ഒഴിയാനായ അവളെ ഭ്രാന്ത് അഭിനയിച്ചത് റോജ അറിയിച്ചു. അത് ശരി, അവൻ പുഞ്ചിരിച്ചു. മാലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഞങ്ങളുടെ വിവാഹം വൈകിച്ചത്, അല്ലാതെ അസാധുവായ ആദ്യ വിവാഹം ഒഴിവാക്കാൻ വേണ്ടിയല്ല. എൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോഴും അവിവാഹിതനാണ്. അതുകൊണ്ട് എൻ്റെയും മാലയുടെയും സ്വന്തപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് ഞാനിതാ ഈ നിമിഷം വിവാഹിതനാവാൻ പോവുകയാണ്. വേഷമോ ഒരുക്കമോ ഒന്നും വേണ്ട, ഇത് മുഹൂർത്തം. റോജ മാലയെ വിളിക്കി. ദേവകിക്ക് സന്തോഷമായി. വിളിക്കു റോജ എൻ്റെ കുട്ടിയെ. അവർ തിടുക്കപ്പെട്ടു. മാലു സമ്മതിച്ച പിന്നെ ഒരു തടസ്സമില്ല. മനു നന്ദൻ്റെ ചുമലിൽ കൈവച്ചു. ഒരു നിമിഷം കാക്കണം, ഞാനെൻ്റെ നെറ്റൊന്ന് റെഡിയാക്കട്ടെ. എൻ്റെ കല്യാണ രംഗം രാഖിയുടെ നെറ്റിലെത്തണം. അവളും അമ്മാവനും കൂടി എന്തു ചെയ്യുമെന്ന് കൂടി കാണാമല്ലോ. നെറ്റിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ആ ചടങ്ങ്. മാലയുടെ കഴുത്തിലണിയിക്കാനായി ഒരു വർഷം മുമ്പ് വാങ്ങിച്ചിരുന്ന താലിമാലയാണ് മനു ആ കഴുത്തിലണിയിച്ചത്. പക്ഷേ അവൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല രാഖിയുടെ പ്രതികരണം. 10 മിനിറ്റിനുള്ളിൽ അവളുടെ കാർ ഗേറ്റിലെത്തി. വാച്ചരെ തള്ളി മാറ്റിയിട്ട് രാഖി ഗേറ്റ് തുറന്ന് വണ്ടി അകത്തേക്കെടുത്തു. അധ്യായം 30. അപ്പോൾ തന്നെ ഗേറ്റിലെ സെക്യൂരിറ്റി മാൻ മനുവിനെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു. അവൻ പുറത്തേക്കോടിയതും പുറകെ നന്ദനും ചെന്നു. നടവഴിയിലാണ് രാഖിയുടെ വണ്ടി നിന്നിരുന്നത്. പോർച്ചിൽ മനുവും നിന്നു. പിന്നിൽ നന്ദനും എത്തി. അപ്പോഴേക്കും ഡോർ തുറന്ന് രാഖി ഇറങ്ങി. ജീൻസും ബനിയനുമാണ് അവൾ അണിഞ്ഞിരുന്നത്. പുറകെ പാവാടയും നീളൻ ജാക്കറ്റും അണിഞ്ഞ ശ്രദ്ധ. തൻ്റെ അനിയത്തിയെ മുൻനിർത്തിയാണ് രാഖി കളിക്കാനൊരുങ്ങുന്നതെന്ന് മനുവിന് മനസ്സിലായി. അവൻ നന്ദനെ നോക്കി. അപ്പോൾ മാലയും റോജയും ദേവകി ടീച്ചറുമെല്ലാം സിറ്റൗട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു. മോനെ, ടീച്ചർ മനുവിനെ വിളിച്ചു. മോൻ മാലോനെയും കൊണ്ട് അകത്തു പോ, ഞാനിവളോട് സംസാരിക്കാം. വേണ്ട, കാറിനരികിൽ നിന്നും രാഖി വിളിച്ചു പറഞ്ഞു. വിനയ് എന്ന നിങ്ങളുടെ മകൻ ആ നിന്നിടത്ത് നിന്ന് അനങ്ങിയാൽ
ബ്രെയിൻ ഡിസോർഡറായ നിങ്ങളുടെ മകൾ ഇവിടെ നിന്നും കത്തുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ബുദ്ധിമാനായ ഈ മകന് വേണ്ടി ബുദ്ധിയില്ലാത്ത ഈ ജന്തുവിനെ തീവച്ച് കൊല്ലണം അമ്മായി. കാറിനകത്ത് നിന്നും അവിടെ ഒരു പ്ലാസ്റ്റിക് ജാർ എടുത്തു. ഒരു വിദേശി ക്യാനായത്. ഇതിൻ്റെ പിസ്റ്റളൊന്ന് പ്രസ് ചെയ്താൽ ഇതിനകത്തുള്ള പെട്രോൾ സ്പ്രേ ആയി ദേഹത്ത് നിറയും. ചെറിയൊരു സ്പാർക്ക് മതി, ഈ കാറടക്കം മൊത്തം കത്തിച്ചമ്പലാവും. കാണണോ നിങ്ങൾക്ക് ഈ ഗെയിം? മോളെ രാഗി, അപേക്ഷാഭാവത്തിൽ കാറിനകത്തു നിന്നും ഗംഗാധരൻ നായരും ഇറങ്ങി വന്നു. ദേവകിയും വിനുവിനെ ഞാൻ പറഞ്ഞു തിരുത്താമെന്ന് പറഞ്ഞല്ലോ. അറ്റ കൈക്കൊന്നും ഇപ്പോൾ ഒരുങ്ങണ്ട. ആ പെണ്ണിനെ ഇപ്പോൾ തന്നെ നമുക്കിവിടുന്ന് പറഞ്ഞയക്കാം. മിണ്ടരുത്. ചുണ്ടിൽ വിരലമർത്തി രാഖി അയാളോട് കൽപ്പിച്ചു. അമ്മാവൻ്റെ ഊഴം കഴിഞ്ഞു. നിങ്ങൾക്കൊന്നും കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഇനിയെല്ലാം ഞാൻ ചെയ്യും. ലോകം മുഴുവനിപ്പം ആ ചടങ്ങ് കണ്ടു കഴിഞ്ഞു. അതിനെ തിരുത്താൻ കഴിയുമെന്ന് നിങ്ങളുടെ ജാരസന്തതി പറയട്ടെ. ആ തമ്മനംകാരി ഒഴിഞ്ഞു പോകുമെന്ന് അവളും പറയട്ടെ. 2 മറുപടിയും കൂടി ഞാൻ പറഞ്ഞാൽ മതിയോ? മനു ചോദിച്ചു. നന്നായി ആലോചിച്ചിട്ട് വേണം പറയാൻ. ശ്രദ്ധയെ തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു രാഗി. മന്ദബുദ്ധിയായ അനിയത്തിക്കുട്ടി ഓർമ്മയായി തീരണതിൽ വിരോധമില്ലെങ്കിൽ. പറഞ്ഞാൽ കേൾക്കില്ല രാഗിയോളെ നീ. സ്വന്തം മകളെ മരുമകളുടെ അരികിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് ഗംഗാധരൻ നായർ ആദ്യമായി ഒച്ചയർത്തി. കുട്ടിക്കളിയല്ലത്, കുട്ടിക്കളിയല്ല, പെട്രോളായത് പറഞ്ഞിട്ട് അവൾ അമ്മാവൻ്റെ ദേഹത്തേക്ക് അത് സ്പ്രേ ചെയ്തു. പോർച്ചിലും സിറ്റൗട്ടിലും നിന്നവർക്ക് പെട്രോളിൻ്റെ ഗന്ധമെത്തി. ഗേറ്റ്മാൻ! ഗേറ്റിൽ നിൽക്കുന്ന മധ്യവയസ്കനെ നോക്കി മനു അലറി. ആ ക്യാനങ്ങ് പിടിച്ചു വന്ന്. ഭാര്യയും മക്കളും ഉള്ളവനാണെങ്കിൽ അടുത്തേക്ക് വരരുത്, രാഗി അയാളോട് പറഞ്ഞു. ആദ്യം ഞാൻ നിങ്ങളെ കത്തിക്കൂ. ഉടൻ മനു ഫോണെടുത്തു. പോലീസിനെ വിളിക്കരുത്, രാഗിയുടെ അടുത്ത കൽപ്പന. അതിന് തുനിഞ്ഞ ആ നിമിഷം ഞാനെല്ലാം തീർക്കും. മനു മാത്രമല്ല, ചുറ്റുമുള്ളവരെല്ലാം പകച്ചു. എനിക്ക് ഭ്രാന്ത. എന്നെ ഈ ഭ്രാന്തിലെത്തിച്ചത് നിങ്ങളുടെ സ്റ്റെപ്പ് ഫാദറും. അതുകൊണ്ട് എൻ്റെ ഒപ്പം അയാൾക്ക് ഈ ഭൂമിയിലുള്ള ഏക ചോരബന്ധമായ നിങ്ങളുടെ അനിയത്തിയുമേ ഞാൻ കൊണ്ടുപോകും. അനിയത്തിയെ കൊണ്ടുപോകുമ്പോൾ ഏട്ടന് അല്പം നോവുമല്ലോ. നിങ്ങൾ നിരപരാധിയായതുകൊണ്ട് ഇത്രയും കൊണ്ട് ഞാൻ തീർക്കുക. അരുതേ. രാഗിയെ ഞാൻ നോക്കി മാല കരഞ്ഞു. ഞാൻ തിരിച്ചു പോയിക്കോളാം രാഗി. നീ തിരിച്ചു പോവില്ല. നീ തിരിച്ചു പോവാൻ എൻ്റെ മനസ്സിൽ കൂടിയിരിക്കണവൻ സമ്മതിക്കുകയില്ല. ഏതായാലും പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞാലും എനിക്കൊരിക്കലും വിനുവേട്ടൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടാനും പോണില്ല. ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളെ സ്വന്തമാക്കാനാവുമെന്ന് എൻ്റെ മൂഢവിശ്വാസം അവസാനിച്ചു. നിന്നെയും നിൻ്റെ മനുവേട്ടനെയും ഒരുമിച്ച് വിട്ടിട്ട് ഞാൻ പോകുക. പക്ഷേ എൻ്റെ ശാപം നിങ്ങൾ ഒരിക്കലും വിട്ടൊഴുകിയില്ല. പെട്ടെന്ന് ഗംഗാധരൻ നായർ ശ്രദ്ധയുടെ കയ്യിൽ കടന്നു പിടിച്ചു. കാറിൽ കയറാനൊരുങ്ങി. ഉടൻ രാഗി ആ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു നിർത്തി. അനങ്ങരുത്. ആർക്കും മാപ്പ് കൊടുത്താലും നിങ്ങൾക്ക് ഞാൻ മാപ്പ് വരില്ല. അവൾ തൻ്റെ ദേഹത്തും പരിസരത്തും കാറിലുമൊക്കെ പെട്രോൾ സ്പ്രേ ചെയ്തു. ആ തക്കത്തിന് അമ്മയെന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് ശ്രദ്ധ ദേവകി ടീച്ചറുടെ നേർക്ക് പാഞ്ഞു വന്നു. മോളെ എന്ന വിളിയോടെ അവർ മകളെ ചേർത്തണച്ചു. ശ്രദ്ധ രക്ഷപ്പെട്ടതിൻ്റെ ആഹ്ലാദമുണ്ടായിരുന്നു മനുവിന്. അപ്പോഴേക്കും രാഗി ലൈറ്റർ എടുത്ത് ഓൺ ചെയ്ത് അമ്മാവൻ്റെ വസ്ത്രത്തിൽ തീ പിടിച്ചു. അതോടെ അവളിലേക്കും തീ പടർന്നു കഴിഞ്ഞിരുന്നു. ദേവഗംഗ എന്ന മനോഹരമായ വീടിൻ്റെ നടപ്പാതയിൽ ഒരു അഗ്നിഗോളമായിരുന്നു. രാഗിയുടെ കാറടക്കം കത്തിയമരുന്നത് സെക്യൂരിറ്റിയുടെ ഫോൺ കിട്ടിയ ഉടനെ തന്നെ ഗേറ്റിൽ പാഞ്ഞെത്തിയ പോലീസ് സംഘത്തിന് ഞെട്ടലോടെ കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഫയർഫോഴ്സ് സംഘം എത്തിയപ്പോഴേക്കും എല്ലാം കെട്ടടങ്ങി കഴിഞ്ഞിരുന്നു. മരണം ഉറപ്പായിട്ടും നടപ്പാതയിൽ വീണ് കിടന്ന 2 കരിഞ്ഞ ശരീരങ്ങൾ പോലീസ് അകമ്പടിയിൽ ആംബുലൻസിൽ കയറ്റി പുറത്തേക്ക് പാഞ്ഞു. ദേവകി ടീച്ചറുടെയും മകളുടെയും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി കരിനിഴൽ ഒഴിഞ്ഞു നീങ്ങി. എങ്കിലും കുറച്ചും മുൻപേ അരങ്ങേറിയ ഭീതിതമായ രംഗങ്ങൾ ആ വീട്ടിലുള്ളവരെ മൊത്തം വല്ലാത്തൊരു വിഭ്രാന്തിയിലെത്തിച്ചിരുന്നു. പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്തതാണ് എൻ്റെ ഭർത്താവ്, ദേവകി കരഞ്ഞു. പക്ഷെ അതിൻ്റെ ഫലം ഞങ്ങളിനി ഈ ജന്മം മുഴുവൻ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തിലെ പോലീസിന് സത്യമെല്ലാം വ്യക്തമായി. ദേവകി ടീച്ചറും കുടുംബവും നിരപരാധികളാണെന്നും സംഭവം നടന്ന രാത്രി തന്നെ റോജ അമ്മയെ വിളിച്ച് നടന്നതെല്ലാം അറിയിച്ചു. അവധിയെടുത്ത് ഒരാഴ്ച കൂടി ചേച്ചിയോടൊപ്പം ദേവഗംഗയിൽ താമസിച്ചിട്ടാണ് അവൾ വീട്ടിൽ മടങ്ങിയത്. നന്ദൻ്റെ കാറിലാണ് റോജ വീടിൻ്റെ ഗേറ്റിലെത്തിയത്. അവൾക്കൊപ്പം ഇറങ്ങാതെ അവൻ വണ്ടി ഓടിച്ച് സ്വന്തം താമസ സ്ഥലത്തേക്ക് പോയി.
വീട്ടിലെത്തിയപ്പോഴാണ് റോജയ്ക്ക് അവിടെ കാശിപ്പ് ഉണ്ടായിരുന്നത് മനസ്സിലായത്. പരസ്പരം കണ്ടപ്പോൾ അവളൊന്ന് പതറി. ആരുടെ വണ്ടിയിലാണ് താൻ വന്നത്? കാശിപ്പ് പറഞ്ഞു. നന്ദേട്ടൻ്റെ, അതായത് താൻ മുൻപ് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചില്ല ബാങ്കിലെ സഹപ്രവർത്തകൻ. അങ്ങനെ വളച്ചു കെട്ടതെന്തിനാ? ഞങ്ങളെ ഒരുമിച്ച് കാശിപ്പേട്ടനൊരു രാത്രി കണ്ടല്ലേ. എടി, സുഭാഷിണി പാഞ്ഞു വന്ന് മകളുടെ മുഖത്തടിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരുത്തൻ്റെ കൂടെ നടന്ന് നീ നിൻ്റെ ജീവിതം തുലച്ചില്ലേ? ഇനി നിനക്ക് ഈ ജന്മം ഒരു വിവാഹ ജീവിതം ഉണ്ടാകുമോ? എനിക്കിനി വിവാഹ ജീവിതമേ വേണ്ടമേ. ഈ ബന്ധം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അതിന് തന്നെയാണ് ഞാൻ വന്നത്, കാശിപ്പ് പറഞ്ഞു. ഒരാഴ്ചയായി മറ്റൊരുവൻ്റെ ഒപ്പം കഴിഞ്ഞ ഭാര്യയെ ഇനി എനിക്ക് വേണ്ട. ഒരു കവർ അവൻ റോജയ്ക്ക് നീട്ടി. പൂർണ്ണ മനസ്സോടെ പിരിയാനുള്ള സമ്മതരേഖയാണ്. കോടതിയിൽ ഞാൻ വരാം. രണ്ടുപേർക്കും സമ്മതമായ സ്ഥിതിക്ക് സംഗതി എളുപ്പമായിരിക്കും. കാശിപ്പിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയടി. സുഭാഷിണി റോജയെ പിടിച്ചുലച്ചു. ഇനി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, കാശിപ്പ് അറിയിച്ചു. മോനെ, യാചനയിൽ സുഭാഷിണി മരുമകൻ്റെ കൈ പിടിച്ചു. ഒരാഴ്ച അവൾ താമസിച്ചത് അവളുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടിലേട്ടോ. നന്ദൻ അവിടെ ഉണ്ടായിരുന്നാൽ പോലും അവർ ഇപ്പോൾ തികച്ചും അന്യരാ. വിവാഹിതയായ ഇവളെ നന്ദൻ്റെ ഒപ്പം കഴിയാൻ എൻ്റെ മാല സമ്മതിക്കുകയില്ല. അങ്ങനെ പറയണ്ട, കാശിപ്പിൻ്റെ മുഖം ചുവന്നു. ഈ മാല തന്നെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ ആർക്കറിയാം. അവളുടെ ഭാഗ്യത്തിന് ഒരാളെ ഏൽക്കാനുണ്ടായെന്നല്ലേ ഉള്ളൂ. അത്രയ്ക്കും വിഡ്ഢിയല്ല ഞാൻ. അതെനിക്കറിയാം കാശിവേട്ട, റോജ മന്ദഹസിച്ചു. പക്ഷേ എൻ്റെ അമ്മയ്ക്കതറിയില്ലല്ലോ. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ പിരിയാൻ എനിക്ക് സമ്മതം. കാശിവേട്ടൻ പോയിക്കോളൂ, നമുക്കിനി കോടതിയിൽ കാണാം. ഓക്കെ. തലകുലുക്കിയിട്ട് കാശിപ്പ് പുറത്തേക്ക് നടന്നു. റോഡ് പക്കത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ കയറി അവൻ സ്ഥലം വിട്ടു. ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ലേഖയും അപ്പോൾ റോജയുടെ അരികിലെത്തി. നീ ഒന്ന് താണുകേണ് അപേക്ഷിച്ചിരുന്നെങ്കിൽ കാശിപ്പ് മാപ്പ് തന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായനെ മോളെ. നീ ഇന്ന് തിരിച്ചെത്തുമെന്നറിഞ്ഞ് അതിരാവിലെ ഇവിടെ വന്നതവൻ. അവൻ്റെ വർത്തമാനത്തിൽ നിന്നും നിന്നോടുള്ള അവൻ്റെ സ്നേഹം ഞങ്ങൾക്ക് വ്യക്തമായി, ഇല്ലേ സുചേച്ചി? പിന്തുണയ്ക്കായി അവൾ സുഭാഷിണിയെ നോക്കി. പക്ഷേ ഇവൾക്ക് തിരിച്ചത് വേണ്ടേ? സുഭാഷിണി പരിഭവിച്ചു. അമ്മ പറഞ്ഞതാ ശരി, റോജ സമ്മതിച്ചു. എനിക്ക് തിരിച്ച് ആ സ്നേഹമില്ല. ആ സ്നേഹമില്ലാത്ത സ്ഥിതിക്ക് ഞാനിനി ആ മനുഷ്യനെ വഞ്ചിക്കണത് ശരിയാണോ? നിനക്ക് പിന്നെ ആരോടാ സ്നേഹം? സുഭാഷിണിയുടെ ശബ്ദമായിരുന്നു. മറ്റവനോടാണോ? ആ നന്ദനോട്. അതെ അമ്മേ. അവളുടെ മുഖം കുരിഞ്ഞു. ഞാൻ എന്തിനാ ഇനി വിളിക്കണത്? നന്ദേട്ടൻ എൻ്റെ ജീവനാ. ഞാൻ അന്നും അദ്ദേഹത്തിനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിനൊരു നല്ല കുടുംബജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ വിവാഹശേഷം നന്ദേട്ടൻ എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഭർത്താവായ മനുഷ്യനുമായി ഒരു നിമിഷം പോലും ദാമ്പത്യം പങ്കുവെക്കേണ്ടി വന്നിട്ടുമില്ല. ഞാനിപ്പോഴും 100% കന്യകയാണ്. ഈ താലി അഴിച്ചെറിയേണ്ട താമസമേ ഉള്ളൂ. നീ 100% കന്യകയായാലും കാശിപ്പിൻ്റെ താലി വലിച്ചെറിഞ്ഞാലുടൻ നിന്നെ കയ്യേൽക്കാൻ നന്ദന് കഴിയോടി? അവനും വിവാഹിതനല്ലേ? അവന് വേറൊരു പെൺകുട്ടിയുള്ളതല്ലേ? നീ ഇനിയും അവനെ ആശിച്ച് പുറകെ നടന്ന മറ്റൊരു പെൺകുട്ടിയുടെ മനസ്സമാധാനം കൂടി തകരില്ലേ? ആ ശാപം കൂടി നിന്റെ തലയിൽ വന്ന് വീഴില്ലേ? റോജ ദയനീയമായി അമ്മയെ നോക്കി. വിവാഹമോചനത്തിന് കാശിവേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അമ്മേ നന്ദേട്ടൻ്റെ ഒപ്പം ആ മുന്നിലൂടെ ഞാൻ നടന്നു പോയത്. ആലപ്പുഴയ്ക്ക് പോയത് മനുവേട്ടൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും കാശിവേട്ടൻ പിരിയാൻ സ്ഥിതിച്ച സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഞാൻ നന്ദേട്ടൻ്റെ വണ്ടിയിൽ കയറില്ല. വെറുമൊരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്കല്ലാതെ അദ്ദേഹത്തോട് സംസാരിക്കുക പോലുമില്ല. ആ ദാമ്പത്യ ജീവിതത്തിന് റോജ തടസ്സമാണെന്ന് വന്നാൽ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ പോലും തയ്യാറാവും. ഈശ്വര, സുഭാഷിണി സങ്കടത്തിൽ തലയിൽ കൈവച്ചു. ജോലിയും പോയി, വിവാഹമോചനം നടത്തി. നീ എങ്ങനെ ജീവിക്കും മോളെ? ലേഖ തിരക്കി. മാലയ്ക്ക് ഏതായാലും ഒരു ജീവിതം ഉണ്ടായി. സുചേച്ചിയുടെ കാലം കഴിഞ്ഞാൽ നീ തനിച്ചാവില്ല റോജ. ഞാൻ തനിച്ചാവണമെന്ന് ദൈവം തീരുമാനിച്ചാൽ അത് തിരുത്താൻ മനുഷ്യരായ നമുക്ക് കഴിയോ ലേഖമായി? കഴിയും. ലേഖയുടെ മുഖം മുറുകി. ഇന്ന് തന്നെ നീ കാശിപ്പിനെ കണ്ട് ആ കാല് പിടിക്ക്. ഇല്ല. അവൾ അകത്തേക്ക് പോയി. രാത്രി റോജയുടെ ഫോണിൽ നന്ദൻ്റെ ഒരു ഗുഡ് നൈറ്റ് ആശംസകളെത്തി. അവൾ അതിന് മറുപടി അയച്ചില്ല. രാവിലെ വന്ന അവൻ്റെ കോളും അറ്റൻഡ് ചെയ്തില്ല. ബാങ്കിലേക്ക് വിളിച്ച് റോജ അന്നത്തേക്ക് അവധി അപേക്ഷിച്ചു. നീ ഇന്ന് ബാങ്കിൽ പോകണില്ലേ കുട്ടി? പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ നേരം സുഭാഷിണി തിരക്കി. എനിക്ക് സുഖമില്ല അമ്മേ, വല്ലാത്ത ക്ഷീണം. നീ ഇപ്പോൾ ഇവിടെ തനിച്ചാവില്ലേ? ശശിയെ വിശ്വസിക്കണ്ട. തോന്നുമ്പോൾ തോന്നിയ വഴിക്കിറങ്ങി പോയിക്കളയും. സാരല്ല അമ്മേ, ചിലപ്പോൾ ജീവിതത്തിൽ ഞാൻ ഇനി തനിച്ചായിരിക്കും. ഞാനതുമായിട്ട് പൊരുത്തപ്പെട്ടോളാം. ബാങ്കിലെത്തി റോജ അവധിയാണെന്ന് അറിഞ്ഞതും
നന്ദൻ വീണ്ടും അവളെ വിളിച്ചു. പലകുറി ബെല്ലടിച്ചു നിന്നു. റോജ ആ കോൾ എടുത്തില്ല. സന്ധ്യ കഴിഞ്ഞപ്പോൾ നന്ദൻ്റെ കാറ് ആ വീടിൻ്റെ ഗേറ്റിലെത്തി. കാറിൻ്റെ ശബ്ദം കേട്ട് അവൾ തന്നെയാണ് ചെന്ന് ഗേറ്റ് തുറന്നത്. കാറിൽ നന്ദേട്ടൻ്റെ അമ്മയും ആമയും ഉണ്ടാവുമെന്നാണ് റോജ പ്രതീക്ഷിച്ചത്. പക്ഷേ നന്ദകിഷോർ മാത്രമാണ് കാറിൽ നിന്നിറങ്ങിയത്. അമ്മയും ആമയോടെ അവൾ തിരക്കി. അവർക്ക് വരാനാവില്ല റോജ. അവരോടൊപ്പമേ ഇനി നന്ദേട്ടൻ ഈ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ജനാലക്കിൽ നിന്ന് നോക്കിയപ്പോൾ നന്ദേട്ടൻ്റെ വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവരും ഒപ്പം ഉണ്ടാവുമെന്ന് കരുതിയ ഓടി വന്നത്. അവർ വരില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് റോജ ഞാനിങ്ങനെ പറഞ്ഞത്. ഇനിയും ഇങ്ങോട്ട് വരണ്ട എന്ന് വിചാരിച്ചു. റോജ കാശിപൻ്റെ ഒപ്പം പോയിക്കോട്ടെ എന്ന് കരുതി. പിന്നെന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വന്നത്? റോജയുടെ പിന്നിലെത്തിയ സുഭാഷിണി ചോദിച്ചു. ചീത്തപ്പേരുണ്ടായ ഇവളെ മാത്രമല്ലല്ലോ ബാധിക്കുക, മോൻ്റെ കുടുംബം തകരില്ലേ? ആ അമ്മയെ നോക്കി നന്ദൻ പുഞ്ചിരിച്ചു. എനിക്ക് കുടുംബമല്ല അമ്മേ. നിശ്ചയിക്കപ്പെട്ട എൻ്റെ വിവാഹം 2 വട്ടം മുടങ്ങി. ആദ്യം മുടങ്ങിയത് അമ്മയ്ക്ക് വീണ്ടും അസുഖമായതുകൊണ്ടാണ്. രണ്ടാമത് മുടങ്ങിയത് എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആമി അവളുടെ പഴയ ചങ്ങാതിയുമായി പൊരുത്തപ്പെട്ട് അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനം മാറ്റിയതോടെയാണ്. സുഭാഷിനെ അത്ഭുതത്തിൽ റോജയെ നോക്കി. റോജയും അക്കാര്യം ആദ്യം അറിയുകയായിരുന്നു. ആമി എന്നെ കൈവിട്ടതറിഞ്ഞ ദുഃഖത്തിൽ അമ്മ വീണ്ടും ഹോസ്പിറ്റലായി. ഹോസ്പിറ്റലായതിൻ്റെ പിറ്റേന്ന് അമ്മ ഈ ഭൂമി വിടുകയും ചെയ്തു. അവൻ്റെ കണ്ണുകൾ തുളുമ്പി. റോജയ്ക്ക് അത് സഹിക്കാനായില്ല. എന്നിട്ട് നന്ദേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ അവസ്ഥ തന്നെ ഞാൻ മനഃപൂർവ്വം വിളിച്ചതാണ്. താൻ കാശിപൻ്റെ ഒപ്പം പോയിക്കോട്ടെ എന്ന് കരുതി. ഇന്നലെ രാത്രി അയാൾ എന്നെ വന്നു കണ്ടു. നിങ്ങൾ പിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഗേറ്റിലൊരു കാർ കൂടി എത്തി. അതോടെ നന്ദനടക്കം 3 അങ്ങോട്ട് തിരിഞ്ഞു. തുറന്നു കിടന്ന ഗേറ്റിലൂടെ ആ വണ്ടിയും അകത്തു വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയത് മനുവും മാലയും ദേവകി ടീച്ചറും ശ്രദ്ധേയമായിരുന്നു. നീ എന്താ നന്ദൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? മാല കുറ്റപ്പെടുത്തും പോലെ റോജയെ നോക്കി. നിനക്ക് എന്തു പറ്റിയെന്നറിഞ്ഞാട്ട് പരിഭ്രമത്തിലാണ് ഞങ്ങളും വന്നത്. വരൂ, നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. അനുജത്തിയുടെ കൈപിടിച്ച് ഏടത്തി തിടുക്കത്തിൽ അകത്തേക്ക് നടന്നു. അപ്പോൾ പരിഭവത്തിൽ മനു സുഭാഷിണിയെ നോക്കി. അപ്പം ഞങ്ങളെയൊക്കെ ഈ മുറ്റത്ത് നിന്നാൽ മതിയോ? നേരം പുലരും വരെ? സുഭാഷിണി അത് കെട്ടി ചിരിച്ചുപോയി. പിന്നെ ദേവകി ടീച്ചറുടെ കൈ പിടിച്ചുകൊണ്ട് അറിയിച്ചു, ആരൊക്കെ മുറ്റത്ത് വന്നാലും ഇത് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റാണ്. വലതുകാലം വെച്ച് അകത്ത് വന്നിരുന്നേ പറ്റൂ. എങ്കിലേ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഈ നന്ദന. അവൻ്റെ ചുമലിൽ കൈയിട്ടുകൊണ്ട് മനു പറഞ്ഞു, വലതുകാലം വെച്ച് കയറേണ്ടത് ഈ ദേഹമാണ്. ഇനി ഈ വീടിൻ്റെ നാഥൻ. അവൻ തന്നെ നന്ദനെ കൈപിടിച്ച് അകത്തു കയറ്റി. പുറകെ മറ്റുള്ളവരും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണല്ലേ. മാലുവും റോജയായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇപ്പം. നന്ദനും കാശ്യപും മാലുവും റോജയും മനുവും ദേവകി ടീച്ചറും എല്ലാവരും മനസ്സിനെ സ്വാധീനിച്ചാണ് കടന്നുപോയതെന്നറിയാം. നാളെ നമ്മൾ കണ്ടുമുട്ടുന്നതപ്പം പുതിയൊരു സ്റ്റോറി ആയിട്ടായിരിക്കും. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇനിയും തുടർന്ന് അങ്ങോട്ടും വേണം. പുതിയ നോവൽ റെഡിയാണ്. തൽക്കാലം നമ്മൾ മാന്ത്രിക നോവലിലേക്ക് കുറച്ചൊരു ഗ്യാപ്പ് എടുക്കുകയാണ്. ബാക്കിയുള്ള നോവലുകളൊക്കെ എല്ലാവരും കേൾക്കട്ടെ അല്ലേ. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മളൊരു കുടുംബം പോലെ ആയതല്ലേ. ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. ഇനിയും തുറന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയണം. നന്നായില്ലെങ്കിൽ നന്നായില്ല എന്ന് തന്നെ പറയണം. എന്നാലേ എനിക്ക് അടുത്ത തവണ നന്നാക്കാൻ പറ്റൂ. ഇനിയും നമ്മൾ കണ്ടുമുട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും നമുക്ക് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ശുഭദിനം.